ഹലോ ഹലോ കൊടുത്ത പൊന്നു. എല്ലാവർക്കും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. പിന്നെ ഇന്ന് തൃക്കേട്ടയാണ് നാള്. ഇന്നത്തെ പൂക്കളൊക്കെ ഞാൻ ഷോർട്സിലിട്ടിട്ടുണ്ട്. ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഇവിടെ ഒരാൾ നോക്കി നോക്കി കാട്ടുന്നത് എന്താണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പൂക്കളം. പൂക്കളത്തിന് കുറച്ച് ചേഞ്ചൊക്കെ വരും. നമുക്ക് അത് വഴിയെ ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. കളർ ചേഞ്ച് വരുന്നതൊക്കെ ഞാൻ കാണിച്ചു തരണ്ടേ. പൂക്കളം ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ നമ്മൾ കുറച്ച് പൂക്കളൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. തറ കംപ്ലീറ്റ് ആക്കാനൊന്നും നമുക്ക് പറ്റുന്നില്ല കേട്ടോ. ഒരാൾ എന്നത്തേക്കാളും കുറേ നേരം വൈകിട്ടാട്ടോ എണീറ്റത്. 9:30 എണീറ്റത്. അതാണ് വീഡിയോയിൽ കാണാത്തത്. എണീറ്റ് ചായ കുടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഓൾക്ക് ഹലോ പറയണം, ഓൾക്ക് ഹായ് പറയണം, ഓൾക്ക് സംസാരിക്കണം. അപ്പം ഞാൻ ഓൾക്ക് വേണ്ടി ഇട്ട വീഡിയോ ആണിട്ടത്. അതാണ് ഓളെ ഹായ്. ഇതെന്തിനാ കുറുമ്പുടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫോണ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഫോൺ ഓളെ കയ്യിൽ കൊടുക്കണം. അപ്പം ഞാൻ തയ്യാറല്ല. എങ്ങനെയുണ്ട് എൻ്റെ കുറുമ്പിന് ഹായ് കൊടുത്താ? ഒരു ഉമ്മ കൊടുത്താ? അമ്മയ്ക്കൊരു ഉമ്മ തരുമോ? ഇന്നിപ്പോൾ അതിനൊന്നും മൂടില്ല തോന്നുന്നു. മഴ എവിടെ? മഴ എവിടെ? മഴ വീണ് അവന് എവിടെ? ഉമ്പു എവിടെ? നമ്മളെ പൂവ് ആരെ പൂവിട്ട്? അമ്മമ്മ. അപ്പോൾ ഇതിവിടെ നല്ല മഴ ആയത് കാരണം നമ്മൾ പൂവൊക്കെ ഒരു കുട വെച്ച് മറച്ചിരിക്കുക കേട്ടോ. അവളിങ്ങനെ എന്തൊക്കെ കണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മഴ കണ്ടിട്ടോ പിന്നെ ഇന്ന് വെഴുകി നീച്ചതിൻ്റെ ആ ഒരു ഇതും അങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവളവിടെ ലെസം ഞാനിന്ന് വിചാരിച്ചിരുന്നത് അവളുടെ ഒരു ഡേ അതാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അവളെ ഓരോ കുറുമ്പുകളൊക്കെ കാണിച്ചു തരാം എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിലും ആദ്യമായിട്ട് ഞങ്ങളുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ. അങ്ങനെ അപ്പം നിങ്ങൾ മഴ കണ്ട നല്ല മഴയാണ്. നിങ്ങളവിടെയൊക്കെ മഴയുണ്ടോ എന്ന് പറയണേ. നിങ്ങളവിടെയൊക്കെ മഴയാണോ? ഇവിടെയൊക്കെ നല്ല മഴയാ. സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാനുണ്ടായിരിക്കില്ലേ? ഇത് കണ്ടോ കുഞ്ഞാവ് അവിടെ പോയി വെള്ളത്തിൽ കളിക്കാം കേട്ടോ. ഇവിടെ നല്ല മഴയാണ്. ഏട്ടന് ഇന്ന് എങ്ങനെയാണ് പണിയെടുക്കുന്നത്? ഏട്ടൻ വരുവായിരുന്നു കുറച്ച് കേട്ടോ. അത് അത്രയും ഗംഭീര മഴയാണ് ഇവിടെ. നിങ്ങളവിടെയൊക്കെ ഉണ്ട് ഇങ്ങനെ മഴ? ഇന്ന് രാവിലെ മുതൽക്ക് ഇവിടെ ഇങ്ങനെയാണ് മഴ. നിങ്ങളവിടെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് മഴ ആയതുകൊണ്ട് തന്നെ നമ്മുടെ വർക്കൊക്കെ ഒന്ന് കുറച്ച് സ്ലോ ആണ് കേട്ടോ. പുറത്തേക്കൊന്നും ഇറങ്ങാനേ പറ്റുന്നില്ല. അകത്തുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്നുള്ളൂ. വീടിൻ്റെ വെളിയിലേക്ക് ഇന്ന് ഇറങ്ങാൻ പറ്റിയിട്ടില്ല കേട്ടോ. പൂവിടാൻ മാത്രമായിട്ട് നമ്മൾ ഇങ്ങനെ ഇറങ്ങി പൂവിട്ടിട്ട് പോകുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല കാരണം അത്രയ്ക്ക് നല്ല മഴയാണ്. കുറച്ച് പണികളൊക്കെ ഉണ്ട്. ഇവിടെ ഒരാൾ കണ്ടോ വെള്ളത്തിൽ കൂടെ നടക്കുക കേട്ടോ. അവിടെ മറ്റേ മഴ നല്ല ശക്തമായി പെയ്യുമ്പോൾ നമ്മൾ വിട്ടാലടിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അതിൽ കളിക്കുകയാണ്. എന്താ പറയണേ അവന്? അമ്മമ്മ എവിടെ? അവന് അമ്മമ്മ എവിടെ? എവിടെ? പിക്ക കളിക്കാൻ പറഞ്ഞു. ഈ പിക്ക എന്ന് പറയുന്നത് വേറെ ഒന്നല്ല, അവൾ കുളിക്കുന്നേനാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. കാരണം എന്താ പറയുക, വെള്ളത്തിൽ കളിയാണ് മെയിനായിട്ട്. അതിനാണ് അവൾ അങ്ങനെ പറയണത്. പക്ഷെ ഞാൻ അമ്മമ്മ അതൊന്നും തന്നെ അല്ലല്ലോ പോയിരുന്നത്. അമ്മമ്മ മീമി നേരാക്കല്ലേ? എവിടെ മീമി? വാ നമുക്ക് മീമി നേരാക്കണം പോയേക്കാം. വാ എന്നാ നടക്ക്. മീമി നേരാക്കാൻ പോവാ. വാ. അപ്പോൾ അത് നമ്മൾ നല്ല മീൻ നേരാക്കല്ലോ കേട്ടോ. ശരിയാക്കി കഴിഞ്ഞപ്പോൾ കഴുകിയെടുക്കാം കേട്ടോ. വെള്ളം നന്നാക്കാൻ നിറഞ്ഞിരിക്കുന്നത് ആകെ വെള്ളമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറുമ്പിടിക്കണേ. അപ്പോൾ അത് ഒരു ചെറിയ മാറ്റമൊക്കെ വന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ ലാസ്റ്റ് ഇട്ട വൈറ്റ് ഇപ്പോൾ ചെറിയൊരു ലൈറ്റ് പിങ്കായി മാറിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇത് ചേഞ്ച് റോസാണ് പൂവ്. അതിൻ്റെ ഒരു വ്യത്യാസമാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോഴേക്കും ഇവിടെ കുട്ടി കുളിച്ച് ഇത് കഞ്ഞി കുടിക്കാനൊക്കെ കുടിച്ചോണ്ടിരിക്കട്ടെ. ഞങ്ങളെ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായിരുന്നു.
അപ്പം ഞങ്ങൾ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളാ കുടിക്കുന്നത്, അമ്മ വരി കൊടുക്കുക കേട്ടോ. എന്താണത്? ചെവിയിലിടരുത്. അമ്മക്കിതാ താത്തിച്ച് വേണോ? അമ്മമാനിരിക്കാൻ കയ്യിലെഴുതണേ. അപ്പോൾ അത് ചെറിയൊരു മാറ്റം നമ്മുടെ പൂക്കളത്തിന് വീണ്ടും വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവില്ലേ കാണുമ്പോൾ. ഇതേ കുഞ്ഞാവ ഉറങ്ങി കേട്ടോ. അപ്പം ഇനി കുഞ്ഞാവ എണീറ്റിട്ടുള്ളത് കാണിച്ചേരേ. ഇതേ കുറേ നേരം കഴിഞ്ഞിട്ട് 3 മണിയായപ്പോൾ അവൾ എണീറ്റു. അവളുടെ വീഡിയോ ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവളുള്ളപ്പോൾ മാത്രം എടുക്കുന്നത് കേട്ടോ. അവനിനെ കാണാണ്ടോ ഇവിടെ? അവനി ഞങ്ങൾക്ക് മാമു കഴിക്കണം. ഞങ്ങൾ മാമൂണ്ട് കഴിച്ചിട്ടില്ലല്ലോ. ഒരു കുഞ്ഞ് കഞ്ഞി കുടിച്ച് കിടന്നതാ ഞങ്ങളിപ്പോൾ നീക്കിട്ടോ. എന്നൊക്കെണ്ട ഉഷാറായിരുന്നു. ഞങ്ങൾക്ക് നീക്കേണ്ട പണിയുള്ളൂ. താറ്റ കൊടുത്ത ഹായ് കൊടുത്ത പൊന്നോ. ഹായ് ഹായ്. ചാടി കളിക്കാട്ടോ. അപ്പം നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ട് കാണാട്ടാ. അമ്മമ്മേട്ടേക്കോ ബാ. അവളുടെ കൂടെ ഞാനും കുറച്ച് നേരം കിടന്നിരുന്നേ. പിന്നെ അവളെ കൂട്ടി പുറത്ത് വന്നപ്പോൾ നമ്മളെ പൂക്കളത്തിന് വീണ്ടും ഒരു വ്യത്യാസം വന്നത് ഞാൻ ശ്രദ്ധിച്ചത്. ഗ്യാസ് അപ്പോൾ കണ്ട, അപ്പോൾ കറക്റ്റ് വേറെ ലെവൽ കളറിയില്ലേ. അപ്പോഴേക്കും ഇനി ഞങ്ങൾക്ക് അവളുടേതായ കാര്യങ്ങളിലേക്ക് കിടക്കാൻ പോവുകയാണ്. ആരോടെങ്ങനെ ചിരിച്ചാത്താന വയണ്? അപ്പോൾ ഇത് ആരോടും മൈൻഡില്ലാതെ നിൽക്കണ വേറൊന്നുമല്ല, ഞാൻ മാമണ്ണ വിളിക്കുകയാണ്. അതാണ് എനിക്ക് ഒരു മൈൻഡുള്ളത് അവിടെ നിൽക്കണത് കേട്ടോ. എന്നാലും ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് പോയി മാമക്ക് ഉണ്ണും. ഞങ്ങൾ അങ്ങനെയൊക്കെയാണ് തത്തേനെയും കോഴീനെയും കാക്കേനെയൊക്കെ കണ്ടിട്ടാണ് ഞങ്ങളെ മാമുണ്ണല്. മാമുണ്ണലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് പ്ലേസാണ് കേട്ടോ. അവൾക്ക് റൂമിൽ നിൽക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അവിടെ നിന്ന് കളിക്കുന്നതും മറിയുന്നതും കുത്തിമറിയുന്നതും ആ ഒരു രസം അവൾക്ക് വേറെ എവിടെ നിന്നും കിട്ടാറില്ല കേട്ടോ. അപ്പോൾ അതിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഒരു ഒളിച്ചുകളിയാണ്. ഈ കട്ടൻ്റെ ബാക്ക് പോയിരിക്കുക, അങ്ങനെ പുറത്തേക്ക് വരിക, അങ്ങനെ പരിപാടി കേട്ടപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ പുറത്ത് വന്നിട്ട് ഇതേ അമ്മമ്മേനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുക. അമ്മമ്മ എന്തോ കാര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ
ഡിസ്റ്റർബ് ചെയ്യലാണ് അവരുടെ പരിപാടി. ഇപ്പം നമ്മൾ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കയറി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കട്ടെ അവൾ നമ്മളെ ഒരുമാതിരി ആക്കുന്ന പോലെ ഇങ്ങനെ സംസാരിച്ചിട്ട് കുട്ടികളല്ലേ അങ്ങനെ തന്നെ ആയിരിക്കും വിചാരിക്കുന്നു. അപ്പോഴേക്കും ഇത് നമ്മുടെ പൂവ് വീണ്ടും കളർ മാറി. ഇപ്പം റെഡിക്ക് പിങ്ക് കളറായിട്ടുണ്ട് കേട്ടോ. പിന്നെ അവൾ അവളുടേതായ കൂട്ടുകാരുടെ കൂടെ എത്തി, അവളുടെ കളി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അവളുടേതായ ഒരു ലോകം. കുറച്ച് നേരം വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ അവൾക്ക് വിട്ടു കൊടുക്കും. പക്ഷേങ്കിൽ അവളുടെ കൂടെ നടക്കണം, അല്ലാതെ ഒറ്റയ്ക്കൊന്നും വിടത്തില്ല കേട്ടോ. അപ്പം ഇവിടെ നോക്കി ഇതാണ് നമ്മുടെ വീട് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ വീട്. ഒരു ഹോം ടൂർ ഇടണം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ അവളുടെ ബോളൊക്കെ എടുത്ത് മുറ്റത്തിറങ്ങി കളിക്കാൻ തുടങ്ങി. അവളുടെ 2 കൂട്ടുകാർ വന്നിട്ടുണ്ട്. കൂട്ടുകാരെന്നല്ല ഏട്ടന്മാരാണ്, കൂട്ടുകാരെന്നല്ല അവളുടെ ഏട്ടന്മാരാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ വൈകുന്നേരം കുറച്ച് പൂവൊക്കെ അറുത്ത് വെക്കും. കാരണം മഴ നനഞ്ഞു കഴിഞ്ഞാൽ ഈ പൂവൊക്കെ എടുക്കുന്നത് ഭയങ്കര റിസ്ക്കാണ്. ഇന്നത്തെ കണക്ട് പൂക്കളാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നു സബ്സ്ക്രൈബ് ചെയ്തിട്ടും ലൈക്ക് ചെയ്തിട്ടും പോകണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ടാറ്റാ.